നമസ്കാരം. ഇത്തവണത്തെ CBSE പരീക്ഷാ ടൈം ടേബിൾ നേരത്തെ എത്തിയത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമായി. ദുബൈയിലേക്കുള്ള ടൂറിസ്റ്റ് സന്ദർശക വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് റിട്ടേൺ ടിക്കറ്റിന്റെയും ഹോട്ടൽ ബുക്കിംഗിന്റെയും രേഖകൾ സമർപ്പിക്കണം. ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. ഇന്നത്തെ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്. Powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഇത്തവണത്തെ CBSE 10-12 ക്ലാസ്സുകളിലെ പരീക്ഷാ ടൈം ടേബിൾ നേരത്തെ എത്തിയത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഏറെ അനുഗ്രഹമായി. 2025 ഫെബ്രുവരി 15-നാണ് ഈ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകൾ ആരംഭിക്കുക. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18-നും പ്ലസ് 2 പരീക്ഷ ഏപ്രിൽ 4-നും അവസാനിക്കും. പരീക്ഷയ്ക്ക് 86 ദിവസം മുൻപാണ് CBSE ഇത്തവണ തീയതികൾ പ്രഖ്യാപിച്ചത്. ഇത്ര നേരത്തെ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 23 ദിവസം മുമ്പാണ് ടൈം ടേബിൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തീയതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 10ാം ക്ലാസ് പ്രാക്ടിക്കൽ പരീക്ഷ 2025 ജനുവരി 1-ാം തീയതിയും 12ാം തരം പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 15-നും ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഓരോ പരീക്ഷയ്ക്കും ഇടയിൽ കൃത്യമായ ഇടവേളകളോടുകൂടിയാണ് CBSE ടൈം ടേബിൾ പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും അധ്യാപകരും ദീർഘകാലത്തേക്ക് ഒരേ സമയം സ്കൂളിൽ ഹാജരാകാത്ത ഒരു സാഹചര്യം തടയുന്നതിന് ഗ്രേഡിങ്ങും മറ്റാവശ്യമായ ജോലികൾക്കും ടീച്ചിംഗ് സ്റ്റാഫ് ലഭ്യമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സുഗമമായ മൂല്യനിർണ്ണയ പ്രക്രിയ അനുവദിക്കുന്ന തരത്തിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സ്കൂളുകൾക്കും ഏറെ ഗുണകരമാണ്. ഇനി മുതൽ ദുബൈയിലേക്കുള്ള ടൂറിസ്റ്റ് സന്ദർശക വിസകൾ ലഭിക്കുന്നതിനായി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിൻ്റെയും റിട്ടേൺ ടിക്കറ്റിൻ്റെയും കോപ്പികൾ സമർപ്പിക്കണം. ഇത്തരം രേഖകൾ സമർപ്പിക്കാത്തതിനാൽ അപേക്ഷകൾ പലരുടെയും പാതി വഴിയിലാണ്. ചിലരുടെ അപേക്ഷകൾ മുടങ്ങുകയും ചെയ്തു. പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ നിന്ന് ആവശ്യമായ മുഴുവൻ രേഖകളും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ഒമാനിലെ ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗിന്റെ രേഖയും തിരിച്ചു പോകുവാനുള്ള വിമാന ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണമെന്നാണ് ദുബൈ എമിഗ്രേഷൻ ട്രാവൽ ഏജൻസികൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ 2 രേഖകൾ കാണിച്ചാൽ മതിയായിരുന്നു. ടൂറിസ്റ്റ് വിസകൾക്ക് ട്രാവൽ ഏജൻസികൾക്കാണ് അപേക്ഷിക്കാനാവുക. ട്രേഡിംഗ് കമ്പനികളും വ്യക്തികളും കുടുംബങ്ങളും അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ് സന്ദർശക വിസ. എന്നാൽ 2 വിസകളുടെയും നിയമ മാനദണ്ഡങ്ങൾ ഒന്നു തന്നെയാണ്. ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന സുഹാർ ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പിന് തുടക്കമായി. രാത്രിയെ പകലാക്കുന്ന വർണ്ണക്കാഴ്ചകളുടെ മാമാങ്കം ജനുവരി 3 വരെ നീണ്ടു നിൽക്കും. സുഹാർ സനായ റോഡിലെ എന്റർടൈൻമെന്റ് പാർക്കിലാണ് പരിപാടി അരങ്ങേറുന്നത്. പുത്തൻ തലമുറയുടെ സംഗീതവും പഴമയുടെ സംഗീത വിരുന്നും വരും ദിവസങ്ങളിൽ ആസ്വാദകരെ കീഴ്പ്പെടുത്തും. ഓരോ ദിവസവും വ്യത്യസ്തമായ കലാവിരുന്നുകളാണ് അരങ്ങേറുന്നത്. 1000-ലധികം ആളുകൾക്ക് വേദിയിൽ നടക്കുന്ന പരിപാടികൾ ഗാലറിയിൽ ഇരുന്ന് കാണുവാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഒമാൻ ഇറാഖ് ലോകകപ്പ് യോഗ്യതാ മത്സരം സ്ക്രീനിൽ കണ്ടാസ്വദിക്കാൻ ദൂര ദിക്കുകളിൽ നിന്നുപോലും നിരവധി ആളുകൾ എത്തിയിരുന്നു. സ്വദേശികളെ പോലെ വിദേശികളും വൈകുന്നേരങ്ങളിൽ സുഹാർ ഫെസ്റ്റിവൽ സന്ദർശിക്കുന്ന തിരക്കിലാണ്. ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചു. സലാലയിലെ അദ്നൂബ് വാദി നിറഞ്ഞൊഴുകി. വാദിയിൽ അകപ്പെട്ട 4 പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു രക്ഷാപ്രവർത്തനം. തെക്കൻ ഷർക്കിയയിലെ മസീറയിൽ ബുധനാഴ്ച കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഒമാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇവിടെ നിന്നും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്. Powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.